അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. സൂറത്ത് അംബിയായിലെ 83, 84. أعوذ بالله من الشيطان الرجيم. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. ഇന്നി എന്നല്ല അന്നി എന്നാണ്. ആരോ ഇന്നി നോദിയെ കേട്ടു, അന്നി എന്നാണ്. അന്നി മസ്സനിയ ദുറു. ഇന്നി എന്നൊരു ഓത്തുണ്ട്, പക്ഷെ അത് അറിയപ്പെട്ട ഓത്തല്ല, അന്നി എന്നാണ്. ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. കഴിഞ്ഞ ആയത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് പറഞ്ഞത്. ഈ ആയത്തിൽ അയ്യൂബ് നബിയെ ഓർക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ ഓർമ്മപ്പെടുത്തുന്നത്. ഉദ്കുർ അയ്യൂബ, അയ്യൂബിനെ നീ ഓർക്കുക എന്നാണ് തഫ്സീറിലൊക്കെ കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രവാചകന്മാരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു വേളയിലാണ് ഈ ആയത്തുകളൊക്കെ വരുന്നത്. ഇതിനു മുമ്പൊക്കെ ഓരോ പ്രവാചകന്മാരെങ്ങനെ പറഞ്ഞു വരികയാണ്, അവർക്ക് കൊടുത്ത പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന സന്ദർഭമാണ്. അപ്പോൾ ഇവിടെ അയ്യൂബ് നബിയെ ഓർക്കാൻ പറയുക, അയ്യൂബിനെയും ഓർക്കുക. അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആ നാട്ടിലെ വലിയ പ്രമാണിയായിരുന്നു, സമ്പത്തുള്ള ആളായിരുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. തഫ്സീറിൽ കാണാം, മിൻ സായിരി സുനൂഫിഹി വ അൻവാഇഹി മിനൽ അൻആമി വൽ അബീദി വൽ മവാശി വൽ അറാദിൽ മുത്തസിഅതി ബി അർദിൽ ബസ്നയ്യ. ഒരുപാട് ഭൂമിയുള്ള ആളായിരുന്നു, ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു, ഒരുപാട് കന്നുകാലികൾ ഉണ്ടായിരുന്നു. എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വകാന ലഹു ഔലാദുൻ വ അഹ്ലൂന കസീറുൻ, ധാരാളം കുടുംബക്കാരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. അങ്ങനെ
വലിയ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ച ആളായിരുന്നു അയ്യൂബ് നബി. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ആ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കൊടുത്തു, നല്ല നിലക്ക് ജീവിക്കുകയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്ക് അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ചു. ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ശേഷം വരുന്നത്. ഇദ് നാദാ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം ഓർക്കുക. ഇദ് നാദ, ഇവിടെ നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു എന്നാണ്. പക്ഷെ ഇവിടെ വിളിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം ദഅ, പ്രാർത്ഥിച്ചു എന്നാണ് ഇവിടെ അർത്ഥം. അദ്ദേഹം പ്രാർത്ഥിച്ച സന്ദർഭം എന്നാണ്. നാദ എന്ന വാക്കിന് വിളിച്ചു എന്ന അർത്ഥമുണ്ടെങ്കിലും ദഅ എന്നാണ് ഇവിടെ അർത്ഥമുള്ളത്. അപ്പം അദ്ദേഹം പ്രാർത്ഥിച്ച സന്ദർഭം, തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം. എന്താണ് പ്രാർത്ഥന? അന്നി മസ്സനിയ ദുർറു, അള്ളാഹുവെ എനിക്കൊരു ദുർറ് ബാധിച്ചിരിക്കുന്നു, ഒരു പ്രയാസം ബാധിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അൻത അർഹമുർ റാഹിമീൻ, നീ കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനാണല്ലോ എന്ന് അള്ളാഹുവിനോട് അദ്ദേഹം ഒരു ആവലാതി അറിയിച്ചു എന്നാണ്, പ്രാർത്ഥിച്ചു എന്നാണ്. അന്നി മസ്സനിയ ദുർറു. അപ്പം എന്താണ് അദ്ദേഹത്തിന് ബാധിച്ച ദുർറ്, പ്രയാസം എന്താണ് എന്ന് പ്രത്യേകമായി ഇവിടെ പരാമർശിച്ചിട്ടില്ല. സൂറത്ത് സ്വാദിൽ കാണാം 41-ാമത്തെ വചനത്തിൽ വദ്കുർ അബ്ദന അയ്യൂബ, നമ്മുടെ അടിമയായ അയ്യൂബിനെ നീ ഓർക്കുക. ഇത് നാദ റബ്ബഹു, അദ്ദേഹത്തിന്റെ റബ്ബിനെ അദ്ദേഹം വിളിച്ച സന്ദർഭം. അന്നി മസ്സനിയ ശൈത്വാൻ ബിനുസ്ബിൻ വ അദാബ്, അവശതയാലും പീഡനത്താലും ശൈത്താൻ എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക എന്നാണ്. അപ്പൊ ശൈത്താൻ സ്പർശിച്ചു എന്നാണ് അവിടെ പ്രയോഗമുള്ളത്. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് വലിയ പ്രയാസം ബാധിച്ചിട്ടുണ്ട്. വലം യബ്ക മിൻഹു ഉളുവൻ സലീമുൻ, തൻ്റെ ശരീരത്തിൽ മുഴുവനായും ബാധിച്ചു. വലിയൊരു പ്രയാസം അദ്ദേഹത്തെ ബാധിച്ചു. സിവാ ഖൽബിഹി വലിസാനിഹി, നാവും കൽബും ഒഴികെ. ആ നാവിൻ്റെയും കൽബിൻ്റെ പ്രത്യേകത യദ്കുറുല്ലാഹ അസ്സ വജല്ല ബിഹിമ, തൻ്റെ നാവ് കൊണ്ടും കൽബ് കൊണ്ടും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരുന്നു. ആ നാവിനും കൽബിനും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തിനും ആ പ്രയാസം ഏറ്റു എന്നാണ്. അങ്ങനെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം വരെ അടർന്നു ചാടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മുറികളുണ്ടായി, വ്രണം വന്നു, വലിയ പ്രയാസത്തിലായി. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കി, തൻ്റെ കുടുംബക്കാരിൽ എല്ലാവരും ഒഴിവാക്കി, ഭാര്യയൊഴിച്ച്. ഭാര്യ മാത്രമാണ് അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നത്, ബാക്കി എല്ലാവരും കഴിയൊഴിഞ്ഞു എന്നാണ്. ആ സമൂഹത്തിലെ 2 സുഹൃത്തുക്കൾ ഒഴികെ ബാക്കി എല്ലാവരും കഴിയൊഴിഞ്ഞു. ആ സുഹൃത്തുക്കളും അവസാനം അദ്ദേഹത്തെ ഒഴിവാക്കി എന്നാണ് കാണുന്നത്. അപ്പോൾ ആ സുഹൃത്തുക്കൾ ഒഴിവാക്കിയപ്പോൾ ആ സുഹൃത്തുക്കൾ എന്നും വരുമായിരുന്നു, രാവിലെയും വൈകുന്നേരമൊക്കെ വരുമായിരുന്നു അദ്ദേഹത്തെ കാണാൻ. അദ്ദേഹത്തെ കാണുന്നത് തന്നെ കുറച്ച് വിട്ടു നിന്നാണ്, കാരണം അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല, അത്ര സ്മെല്ലായിരുന്നു എന്ന്. വ്രണം വന്ന് ഭയങ്കര സ്മെല്ലായിരുന്നു. അങ്ങനെ അവർ വരുന്നു, ഇങ്ങനെ കണ്ടുപോകുന്നു, ആവശ്യങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നു. അങ്ങനെയായിരുന്നു അവസ്ഥ. പെട്ടെന്നൊരു ദിവസം അവർ രണ്ടുപേരും സംസാരിക്കുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ട്, അയ്യൂബ് നബി എന്തോ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്, മഹാപാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കുന്നത്, അദ്ദേഹത്തിന് ഇങ്ങനെ ശിക്ഷ കൊടുക്കുന്നത്. കാരണം 13 കൊല്ലമായി, 18 കൊല്ലം എന്നൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും കൊല്ലമായിട്ടും അള്ളാഹു കാരുണ്യം ചൊരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തോ മഹാപാപം ചെയ്തിട്ടുണ്ട് എന്ന് വരെ ചർച്ച ചെയ്തു. ഇത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയുകയും അദ്ദേഹത്തിന് പ്രയാസം തോന്നുകയും, അങ്ങനെ അതുവരെ പ്രയാസം സഹിച്ച് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രയാസം അതിൽ ബാധിച്ച് ഏകദേശം 13 കൊല്ലക്കായിട്ടും അദ്ദേഹം ഈ പ്രാർത്ഥന നടത്തിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതിൽ അദ്ദേഹം ക്ഷമിച്ച് സഹിച്ചാണ് ജീവിച്ചത്. ഫീ ദാലിക കുല്ലിഹി സാബിറുൻ മുഹ്തസിബുൻ ദാകിറുൻ ലില്ലാഹി ഫീ ലൈലിഹി വ നഹാരിഹി വ സബാഹിഹി വ മസാഇഹി എന്ന്. അദ്ദേഹം രാവിലെയും വൈകുന്നേരവും ഒക്കെ അള്ളാഹിനെ ഓർത്ത് അള്ളാഹു തന്ന ഈ പ്രയാസത്തിൽ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് അങ്ങനെ ക്ഷമിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രയാസമായി എന്നാണ്. അങ്ങനെ ആ പ്രയാസം തോന്നിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഈ പ്രാർത്ഥന നടത്തിയത് എന്നാണ് തഫ്സീറിൽ കാണുന്ന ഒരു അഭിപ്രായം. വേറെ അഭിപ്രായങ്ങൾ കാണാം. എന്നിരുന്നാൽ പോലും അങ്ങനെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്ന ഈ സുഹൃത്തുക്കൾ വരെ അങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രയാസമായി. അവസാനം ഭാര്യ മാത്രമായി എന്നാണ്. ആ ഭാര്യയും തന്നെ വലിയ പ്രയാസത്തിലായി. നോക്കാൻ ആളുകളില്ല, പൈസ കൊടുക്കാൻ ആളുകളില്ല. അങ്ങനെ ഭാര്യ പണിക്ക് പോയി, ആളുകൾക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ട് വീട്ടുജോലികളൊക്കെ ചെയ്ത് ഇദ്ദേഹത്തെ നോക്കാൻ വേണ്ടിയാണ്ട് അദ്ദേഹം പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ
ആ നാട്ടുകാർ ആ സ്ത്രീയെ വിളിക്കാതെയായി. ഇനി നമുക്കും അത് പകരുമോ എന്ന് പേടിച്ച്, ഈ സ്ത്രീ അങ്ങോട്ട് പോകുന്നവളാണല്ലോ, അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പകരുമോ, നാട്ടിലേക്ക് പകരുമോ എന്ന് പേടിച്ച് പണി കൊടുക്കാതെയായി എന്നാണ്. പണി കൊടുക്കാതെയായി. അപ്പോൾ ആ സ്ത്രീ പിന്നെയും കഷ്ടത്തിലായി, ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെയായി. അപ്പോൾ വേറൊരു മാർഗം കണ്ടത്, തനിക്ക് നല്ല മുടിയുണ്ടായിരുന്നു. അപ്പം മുടിയുടെ ഒരു ഭാഗം എടുത്ത് വിറ്റു. അങ്ങനെയാണ് പിന്നീട് ഭക്ഷണം കഴിക്കുന്നത്. നല്ല ഭക്ഷണം കൊണ്ടു കൊടുത്തു അയ്യൂബ് നബിക്ക്. നല്ല ഭക്ഷണം കൊണ്ടു കൊടുത്തപ്പോൾ എവിടുന്നാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഒരാളുടെ അടുത്ത് പോയി ജോലി ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ദിവസവും ആരും വിളിക്കുന്നില്ല, ആരുടെ പണി കിട്ടുന്നില്ല. അങ്ങനെ രണ്ടാമത്തെ ഭാഗവും കൊടുത്തു എന്നാണ്. അങ്ങനെ തല മുഴുവനായി മുണ്ടകം ചെയ്തു, മുടിയൊക്കെ പോയി. അപ്പോൾ രണ്ടാമത്തെ ദിവസവും നല്ല ഭക്ഷണം കൊടുത്തു. നല്ല ഭക്ഷണം കൊടുത്തപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഇനി ഞാനിത് തിന്നൂല, എവിടുന്നാണിത് കിട്ടിയത് എന്ന് പറയാതെ ഞാനിത് ഭക്ഷിക്കുകയില്ല എന്ന് ശാഠ്യം പിടിച്ചപ്പോൾ അവിടുന്ന് ആ മുടി കാണിച്ചു കൊടുക്കുകയും തല കാണിച്ചു കൊടുക്കുകയും അപ്പോഴാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ കാര്യം മനസ്സിലാകുന്നതൊക്കെ. അങ്ങനെ പ്രയാസത്തിലായി, ആ ഭാര്യയും പ്രയാസത്തിലായി ഒക്കെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒരിക്കൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ബാത്റൂമിലേക്ക് വേണ്ടി, ബാത്റൂം എന്നല്ല ചെറിയൊരു സ്ഥലത്തേക്ക് വേണ്ടി, ആ മൂത്രയിക്കാൻ വേണ്ടി, മലമൂത്ര വിസർജനത്തിന് വേണ്ടി കൊണ്ടുപോയി, ഭാര്യ കൊണ്ടുപോയി ആക്കി. അങ്ങനെ അവിടുന്ന് ആ മഹദി പോയി, എന്തൊരാവശ്യത്തിന് പുറത്തു പോയി, കുറച്ചു നേരം വരാൻ വൈകിപ്പോയി. അപ്പം ആ സന്ദർഭത്തിൽ ആ ഭാര്യ വരാൻ വൈകിയ ആ സന്ദർഭത്തിൽ ഇദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന് വഹി ലഭിക്കുകയാണ്, തൻ്റെ കാലിട്ട് നിലത്തടിക്കണം. അങ്ങനെ കാല് നിലത്തടിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല വഹി കൊടുക്കുന്നു. ആ വഹി പ്രകാരം അദ്ദേഹം കാലിട്ടടിക്കുന്നു. അതാണ് ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു കൊടുത്ത ഉത്തരം. അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ആ സന്ദർഭത്തെ സൂറത്ത് സ്വാദിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നു. ഉർഖുൽ ബിരിജ്ലിക, ആ കൊടുത്ത വഹി അവിടെ പറയും, ഉർഖുൽ ബിരിജ്ലിക, താങ്കളുടെ കാല് ഇട്ടടിക്കുക. ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബുൻ, ഇതാണ് താങ്കൾക്ക് കുളിക്കാനുള്ള വെള്ളം, തണുത്ത വെള്ളം. മുഗ്തസലുൻ ബാരിദ്, കുളിക്കാനുള്ള വെള്ളം ഇതാകുന്നു. വശറാബുൻ, കുടിക്കാനുള്ള വെള്ളവും ഇതാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരടി പണ്ഡിതന്മാർ പറഞ്ഞു, കാലുകൊണ്ട് ഒരു വട്ടം അടിച്ചപ്പോൾ കുളിക്കാനുള്ള വെള്ളം അവിടുന്ന് ഉണ്ടായി വന്നു, രണ്ടാമതടിച്ചപ്പോൾ കുടിക്കാനുള്ള വെള്ളവും ഉണ്ടായി വന്നു എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പം അങ്ങനെ അദ്ദേഹം കുളിക്കുകയും വൃത്തിയാവുകയും തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ വൃത്തികേടുകളും പോയി നല്ലൊരു മനുഷ്യനായി അദ്ദേഹം മാറി എന്നാണ്. അങ്ങനെ ഭാര്യ തിരിച്ചു വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഭാര്യ തിരിച്ചു വന്നപ്പോൾ അവിടെ നിൽക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ചോദിച്ചു എന്നാണ്. ഇവിടെ അയ്യൂബ് എന്ന് പറഞ്ഞ ഒരു പരീക്ഷിക്കപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നല്ലോ, അദ്ദേഹം എവിടെയെന്ന് ചോദിച്ചു. ഭാര്യയ്ക്ക് മനസ്സിലായില്ല ഇത് ഭർത്താവാണ് എന്ന്. അയ്യൂബ് നബിയാണെന്ന് മനസ്സിലായില്ല. കാരണം 13 കൊല്ലമായി ആ ഒരു അവസ്ഥയിലാണ്, ആകെ ശരീരമൊക്കെ വ്രണം വന്ന് വലിയ വികൃതമായിട്ടുള്ള അവസ്ഥയിലാണ് 13 കൊല്ലം അല്ലെങ്കിൽ 18 കൊല്ലം അദ്ദേഹം ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള മനുഷ്യന് പെട്ടെന്ന് മാറി എന്ന് പറയുമ്പോൾ അത് അവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ അത് ഞാൻ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ വിശ്വസിക്കാനൊരു പ്രയാസമുണ്ടെങ്കിലും അവസാനം അത് മനസ്സിലാകുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. എന്നാലും ആയത്തിൽ പറഞ്ഞ കാര്യം ഇത്രമാത്രമാണ്. ഉർഖുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, നിന്റെ കാലിട്ടടിക്കുക. അങ്ങനെ വെള്ളം വരികയും കുളിക്കുകയും അദ്ദേഹം കുടിക്കുകയും ചെയ്തു എന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഉർഖുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ് എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു വലിയ ഒരു തുറവിയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട, നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തുറവി 13 കൊല്ലമാണ് അദ്ദേഹം ആ നിലക്ക് പ്രയാസം അനുഭവിച്ചത്. പലരും അദ്ദേഹത്തെ ആക്ഷേപിച്ചു, പലരും അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോയി, പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ പല നിലക്ക് പീഡിപ്പിച്ചു. എന്നിരുന്നിട്ട് പോലും അദ്ദേഹം അതിൽ നിന്ന് മാറാതെ അതിൽ കടിച്ചു തൂങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു പോംവഴി കാണിച്ചു തരും എന്ന ആ ഒരു തവക്കുൽ, ആ ഒരു പ്രതീക്ഷ, അതാണ് നമ്മളെ അത് ബോധ്യപ്പെടുത്തുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം അദ്ദേഹം ഇത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പരീക്ഷണങ്ങൾക്ക് ഇത്രയും ക്ഷമയോടുകൂടെ നിന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കുടുംബമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു.
കുട്ടികളൊക്കെ നഷ്ടപ്പെട്ടു, മരിച്ചുപോയി എന്നാണ് ചരിത്രത്തിൽ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. മരിച്ചുപോയി, എല്ലാവരും നഷ്ടപ്പെട്ടു പോയി, സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. വആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹത്തിന് നാം തിരിച്ചു കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികളിൽ തന്നെ ചിലർ പറഞ്ഞത് ആ കുട്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്തു എന്നാണ്, അവർ തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് കാണുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയല്ല, മറിച്ച് ഈ ദുനിയാവിൽ അതുപോലെയുള്ള ഒന്നിനെ ഉണ്ടാക്കി കൊടുക്കുകയും നാളെ ആഖിറത്തിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുക്കുകയും ചെയ്യും എന്നതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞവരുമുണ്ട്. വമിസ്ലഹും മഅഹും, അവരോടൊപ്പം അത്ര തന്നെയും വേറെയും കൊടുത്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയോഗിച്ച പ്രയോഗം. അപ്പോൾ അവരെയും കൊടുത്തു, അവിടെ അത്രയും കൊടുത്തു എന്നാണ് പ്രയോഗം കാണുന്നത്. റഹ്മത്തം മിൻ ഇൻദിന, അതാണ് പ്രത്യേകത. റഹ്മത്തം മിൻ ഇൻദിന, അത് നമ്മുടെ കാരുണ്യമാകുന്നു, നമ്മുടെ അടുക്കൽ നിന്നുള്ള ഒരു കാരുണ്യമാകുന്നു. വദിക്റാ ലിൽ ആബിദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധന എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആബിദീങ്ങളായ ആളുകൾക്കുള്ള ഒരു സ്മരണയാകുന്നു, അവർക്കുള്ള ഓർമ്മയാകുന്നു എന്നാണ്. അപ്പോൾ നമുക്കൊക്കെ എന്തൊക്കെ പ്രയാസം വന്നാലും നമ്മൾ അള്ളാഹനെ ആരാധിക്കുന്നവരാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി ആരാധനകൾ നടത്തുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണിത്. അള്ളാഹുവിൻ്റെ കാരുണ്യം എപ്പോഴും നമുക്കൊക്കെ വർഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുക, ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്ക് അള്ളാഹുവിനെ പഴിക്കുന്ന ആളുകളാകാതിരിക്കുക എന്നതൊക്കെ ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. മാത്രവുമല്ല, ഈ ദുർറ് ബാധിച്ചു, പ്രയാസം ബാധിച്ചു എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ കാണുന്നത് എന്താ? വഅൻത അർഹമുർ റാഹിമീൻ, നീ കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യം ചെയ്യുന്നവരാണല്ലോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുള്ളത്. നമുക്കൊക്കെ എത്ര കണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു എന്ന് നമ്മളൊക്കെ ആലോചിക്കണം. ഇതൊക്കെ പ്രയാസം ബാധിച്ച് ഒരുപാട് കൊല്ലം ക്ഷമിച്ചിരുന്നതിന് ശേഷമാണ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ വലിയ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നും അതിൽ അദ്ദേഹം ചെയ്ത ആ ഒരു ക്ഷമ എത്ര കണ്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ പാലിക്കുവാൻ, ഈ നിലക്ക് ക്ഷമിക്കുവാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എത്ര കണ്ട് സാധിക്കുമെന്നറിയില്ല, എന്നിരുന്നാൽ പോലും നമ്മൾക്ക് അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കുക. അമ്പിയാക്കളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടവർ എന്നാണ് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാഉ സുമ്മ സ്വാലിഹൂന സുമ്മൽ അംസലു ഫൽ അംസൽ എന്നാണ്. ഏറ്റവും കൂടുതൽ ദീനിനോട് പ്രതിബദ്ധതയുള്ള, ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നന്നായി കൊടുക്കുമെന്നാണ് പ്രമാണങ്ങളിൽ കാണുന്നത്. യുബ്തല റജുലു അലാ ഹസബി ദീനിഹി ഫഇൻ കാന ഫീ ദീനിഹി സ്വലാബത്തുൻ ജീദ ഫീ ബലാഇഹി എന്നാണ്. ഒരാൾക്ക് ദീനിൽ ഒരു കുറച്ച് കണിശതയുണ്ട് എങ്കിൽ അവന് പരീക്ഷണത്തിലും കുറച്ച് കണിശമായ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്കാണ് നമ്മൾ നമ്മുടെ പരീക്ഷണങ്ങളെ മനസ്സിലാക്കേണ്ടത്. ദീന് വിടുകയല്ല, അള്ളാഹുവിലെ പ്രതീക്ഷകൾ ഒഴിവാക്കുകയല്ല, പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പരീക്ഷണങ്ങൾ ഒരുപക്ഷെ നമുക്കുള്ള കാരുണ്യമായിരിക്കാം എന്നാണ് ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയത്തൊരിക്കൽ കൂടി ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.